പ്രേക്ഷകരെ, ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ടാതിഥിയുണ്ട്. ഡോക്ടർ ടി.പി. ശശികുമാർ. അദ്ദേഹം ശാസ്ത്രജ്ഞനാണ്. നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന് വേണ്ടി ഒരുപാട് കാലം റോയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം ഈ കശ്മീരിൽ ഈ സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളൊക്കെ നന്നായി അറിയാവുന്ന ആളാണ്. ആ സ്ഥലങ്ങളൊക്കെ മാപ്പ് ചെയ്തിട്ടുള്ള ആളുമാണ്. അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഈ ശശികുമാർജി, നമ്മുടെ ഈ പഹൽഗാമിൽ ഇപ്പോൾ ഭീകരാക്രമണം നടന്ന് ഈ വലിയ സംഘർഷത്തിൽ നിൽക്കുകയാണ്. നമ്മൾ കുറേ കാലമായി ഈ ഭീകരത അനുഭവിക്കുന്നുണ്ട് ഇന്ത്യ. ഇപ്പോൾ ഈ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് പല യുദ്ധങ്ങൾക്കിടയിലും അവസാനം കാർഗിൽ വരെയും നമ്മൾ ചെയ്യാത്ത പോലെ ഒരു നദി ജല കരാർ നമ്മൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്തരം നടപടികളിലേക്ക് മുമ്പ് പോകാതിരുന്നത്. പക്ഷേ സൈനിക നടപടികളിലേക്ക് ഇന്ത്യ നീങ്ങും എന്ന് ശശികുമാർജി കരുതുന്നുണ്ടോ? സൈനിക നടപടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമുള്ള സംഭവമൊന്നുമല്ല. നമുക്കിപ്പോൾ ഈ കാലത്ത് മാത്രമല്ല, 1947-ലും 1970-ലും ഒക്കെ വേണമെങ്കിൽ പാകിസ്ഥാനെ തവിടുപൊടിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 ദിവസം മതിയായിരുന്നു. ഇന്ന് ഇപ്പം അത്രയും പോരാ, ചിലപ്പോൾ ഒരാഴ്ച ഒക്കെ കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കി കുറേ രാജ്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞാലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെപ്പോഴും അറിയേണ്ടത് ഭാരതം അങ്ങനെ ഒരു സങ്കല്പത്തിലുള്ളതല്ല. സമാധാനകാംക്ഷികളാണ്. എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ജനങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, പറ്റുന്നതും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളൊരു മാർഗ്ഗമാണ്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജിക് പോളിസീസ് അനുസരിച്ച് നമ്മളായിട്ടൊരു പ്രശ്നം ഒരു രാജ്യത്തിലും ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കരാറുകൾ ഖണ്ഡിക്കാനോ ഒന്നും നമ്മൾ തയ്യാറല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു സൈനികമായിട്ടുള്ളൊരു നടപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാവും. തോന്നുന്നില്ല. ഇല്ല. പക്ഷേ നല്ലപോലെ പ്രൊവോക്കേഷൻ പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്ന് ബോർഡറിൽ മിക്കവാറും പ്രശ്നം. പാകിസ്ഥാനിന് ഇന്നത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച് അസിം മുനീറിനെ പോലൊരു പട്ടാള മേധാവിക്ക് നിൽക്കക്കള്ളി ഇല്ലാതിരിക്കെ, അവിടുത്തെ 4 പ്രവിശ്യകളിൽ ആകെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കെ അവർക്കൊരു യുദ്ധം ആവശ്യമായിരിക്കാം. അത് അത്യാവശ്യമാണ് അവർക്ക്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിൻ്റെ യുദ്ധത്തിന് പല കാരണങ്ങളുണ്ട്. അവരുടെ ഇൻറ്റേർണൽ സ്റ്റെബിലിറ്റി വല്ലാണ്ട് പ്രശ്നമുണ്ടാകുന്നു. അപ്പോൾ അതിനെ മറച്ചു വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഭവം ഈ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റികളെ പുകച്ചുവിടുക. അതിനുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഈ ഉണ്ടാവുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഉണ്ടായിരുന്ന പ്രസംഗത്തിൽ തന്നെ, അതെ, അപ്പോൾ അതിനകത്ത് തന്നെ കാശ്മീരിൻ്റെ മുഖത്തേക്ക് പോകുന്ന രക്തസിരകളാണ്, ധമനിയാണ് എന്ന് പറയുമ്പോൾ, അപ്പോൾ കാശ്മീരിൻ്റെ മുഖം എങ്ങനെയെങ്കിലും ഒന്ന് മോശമാക്കിയാൽ അത് പാകിസ്ഥാൻ എന്ന ഒരു സ്വരൂപത്തെ നന്നാക്കാം എന്നുള്ളൊരു ധാരണ അയാൾക്കുണ്ടെന്നുള്ളത് വ്യക്തമാണ് ആ വാക്കുകളിൽ. അബദ്ധത്തിൽ പറഞ്ഞതല്ല. കാരണം മഹാപണ്ഡിതൻ്റെ മകനാണ്, ആ ഒരു പാരമ്പര്യമുണ്ട്, നല്ല ഭാഷയുണ്ട്, അറിയാണ്ട് പറഞ്ഞു പോകുന്ന ചില അവസരങ്ങളുണ്ടാവും. അതല്ല, അങ്ങനെയല്ല, അത് ഓവർസീസ്, അതെ, പാകിസ്ഥാനീസിനോടാണ് സംസാരിച്ചത്. അപ്പോൾ ആഗോള തലത്തിൽ സന്ദേശം എത്തണമെന്ന് നിർബന്ധമുണ്ട്. പിന്നെ രണ്ടാമത് അദ്ദേഹം പട്ടാള മേധാവിയാണ്, സാധാരണക്കാരനല്ലല്ലോ. അപ്പോൾ പാകിസ്ഥാൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ പട്ടാള മേധാവികൾക്കൊക്കെ ഭരണത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അതെ. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനിൽ പ്രൈം മിനിസ്റ്റർ ആരാണെന്നോ പ്രസിഡന്റ് ആരാണെന്നോ അറിയുന്നതിനേക്കാളും കൂടുതൽ ജനങ്ങൾ പെട്ടെന്ന് അറിഞ്ഞു പട്ടാള മേധാവിയുടെ പേരെല്ലാവർക്കും പരിചയമായി. അങ്ങനെയാണ് പദവിയിലേക്ക് എത്തുക. അപ്പോൾ പ്രൈം മിനിസ്റ്ററും വളരെ പവർഫുൾ അല്ല, പ്രസിഡൻറ്റും വളരെ പവർഫുൾ അല്ല, ജസ്റ്റിസും വളരെ പവർഫുൾ അല്ല. നമ്മുടെ ഈ ഭാരതത്തിൻ്റെ പ്രത്യേകതയുടെ നേരെ ഓപ്പോസിറ്റാണ് പാകിസ്ഥാൻ്റെ. അതെ. നമ്മുടെ പ്രൈം മിനിസ്റ്ററും നമ്മുടെ കമ്മിറ്റികളും തീരുമാനിച്ച് അഡ്വൈസറി ബോർഡിൽ CCS ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലാണ് പട്ടാളക്കാർ കേൾക്കുക. പാകിസ്ഥാനിൽ നേരെ തിരിച്ചാണ്. പട്ടാളക്കാർ പറയുന്നത് പ്രൈം മിനിസ്റ്റർ കേൾക്കണം എന്നുള്ള അവസ്ഥയാണ് മിക്കവാറും ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ സിസ്റ്റത്തിൽ വേണമെങ്കിൽ പട്ടാള മേധാവിക്കോ ഇവിടെ റെഫ്യൂസ് ചെയ്യാം. മനേക്ഷ 1977 പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ പറ്റില്ല, മൺസൂൺ കഴിയട്ടെ, 6 മാസം കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ അത് പറ്റാത്തൊരു അവസ്ഥയിൽ എപ്പോഴും ഈ മിലിറ്ററിക്ക് ഒരു പവറുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫിഷ് ആയിട്ടുള്ളൊരു
ആഗ്രഹം ഇതിലൂടെ നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശ്രീകുമാർജി സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുനീർ ഈ വിരിച്ചിരിക്കുന്ന വലയിൽ പോയി ചാടുകയും ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കൊടുക്കുകയും ചെയ്യരുതെന്നാണോ? അല്ല, അത് ചിലപ്പോൾ അദ്ദേഹത്തെ പാഠം പഠിപ്പിക്കേണ്ടി വരും നമ്മൾ. അതെങ്ങനെ? അത് ജനങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ. ഇപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ജനങ്ങൾ അവിടെ ഒരു കോളിളക്കം ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹത്തിനെ ടോപ്പിൾ ചെയ്യണമെന്ന് പറയാമെന്ന് വിചാരിക്കുക. അത് അവിടുത്തെ കോർട്ടും അവിടുത്തെ പ്രൈം മിനിസ്റ്ററൊക്കെ പറയുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ മിലിറ്ററി പവറിന്റെ പവർ ചിലപ്പോൾ തൽക്കാലം ഡൗൺ ആക്കി വെച്ചാൽ ആ സമയത്ത് ഒരു പട്ടാള അട്ടിമറി നടക്കാം. അപ്പോൾ അത്തരം സംഭവങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ ആ രാജ്യത്തെ എത്തിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഈ കുടിവെള്ളം നിർത്തുന്ന പരിപാടി ചെയ്യുന്നത്. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒന്നുകിൽ പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പ്രഷർ, 2 മിലിറ്ററി ഓപ്പറേഷൻ സ്ട്രേറ്റ്, അതല്ലെങ്കിൽ ജനങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ജനങ്ങൾ ആ രാജ്യത്ത് അവരുടെ അധിപന്മാരുമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടാവും. ഈ നമ്മൾ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ കുറെ കാലത്തേക്ക് വെള്ളം അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി അത് തടഞ്ഞു നിർത്താവുന്ന വിധത്തിൽ ഡാമുകളൊക്കെ ഇനി കെട്ടിപ്പൊക്കുകയൊക്കെ വേണം. അതുവരെയൊക്കെ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു അട്ടിമറി അവിടെ നടക്കത്തക്ക വിധത്തിൽ ഉടനെ അങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ലല്ലോ. നമ്മുടെ ഈ ജിയോഗ്രഫിയിൽ ഏറ്റവും എളുപ്പം ഫ്ലഡ് ഉണ്ടാക്കാനും തടഞ്ഞു നിർത്താനൊക്കെ പറ്റിയൊരു ജിയോഗ്രഫി എന്ന് പറയുന്നത് പാകിസ്ഥാൻ ബോർഡറാണ്. ഇപ്പോൾ ബ്രഹ്മപുത്ര തടഞ്ഞു നിർത്തണം എന്ന് വിചാരിച്ചാൽ പട്ടാളക്കാർ വിചാരിച്ചാൽ അത്ര എളുപ്പമൊന്നും പറ്റില്ല. പക്ഷെ അതേ സമയത്ത് ഇവിടുത്തെ ജിയോഗ്രഫി എന്ന് പറയുന്നത് ഒരുവിധം ഫ്ലാറ്റ് ടെറൈനാണ്. ആ ഫ്ലാറ്റ് ടെറൈനിൽ നമ്മുടെ മിലിറ്ററിക്ക് ഒരു ഹാഫ് ഡേ വിചാരിച്ചാൽ ഒരു ബണ്ട് നടത്താം, ബണ്ട് ഉണ്ടാക്കാം. അത്ര എളുപ്പം. കാരണം അതിന് വലിയ ആഴമില്ല. പരപ്പുള്ളടുത്ത് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പലപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാർ സമയത്ത് പോലും 1970 സമയത്ത് പോലും നമ്മൾ പലപ്പോഴും വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് ചെറിയ ഫ്ലഡൊക്കെ ഉണ്ടാക്കും. 2 തരത്തിൽ നിർത്താം. അപ്പം നമുക്ക് നല്ല മഴയുള്ള സമയം വിചാരിക്കാം. നമ്മൾ ഈ ബണ്ട് നിർത്തിയിട്ട് വെള്ളം കൊടുക്കാതിരുന്നുകൊണ്ടൊന്നും അവരുടെ കൃഷിക്കൊന്നും പറ്റില്ല. അതേ സമയത്ത് നല്ല മഴയുള്ള സമയത്ത് നമ്മൾ ബണ്ട് പെട്ടെന്ന് തുറന്നു വിട്ടിട്ട് ഫ്ലഡ് ഉണ്ടാക്കാന്ന് വിചാരിക്കും. എല്ലാ കൃഷിയും നശിപ്പിക്കാം. അപ്പോൾ വെള്ളം കൊടുക്കാതിരുന്നാലും കൃഷിയെ നശിപ്പിക്കാം, വെള്ളം അധികം കൊടുത്താലും കൃഷിയെ നശിപ്പിക്കാം. അപ്പോൾ അങ്ങ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ ഡാമുകളൊന്നും കെട്ടിപ്പൊക്കിയില്ലെങ്കിലും നമുക്ക് യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാം. ബണ്ടുകളൊക്കെ ഇടക്കിടയ്ക്ക് താൽക്കാലികമായിട്ടൊക്കെ കെട്ടിയിട്ട് അപ്പം അങ്ങനെ പല സ്ട്രാറ്റജീസുമാണ്. അത് ഒന്ന് ഏതാണ് ജിയോഗ്രഫിക്കൽ സിറ്റുവേഷൻ, അവിടുത്തെ ടെറൈൻ എങ്ങനെയാണ്, 2 ഏത് ക്ലൈമറ്റിലാണ് നമ്മൾ ഏത് മാസമാണ് ചെയ്യുന്നത്, മഴയുള്ള സമയത്താണോ വെയിലുള്ള സമയത്താണോ, അതിനനുസരിച്ചിട്ടാണ് സ്ട്രാറ്റജി മാറ്റം. അപ്പോൾ ഇതൊക്കെ അസലായിട്ട് പഠിച്ചിട്ടാണ് നമ്മുടെ ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ഓരോ സംഭവം ചെയ്യുമ്പോൾ ഇത് ഫുൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു സെറ്റായിട്ട് പഠിക്കുകയാണ്. അല്ലാണ്ട് ഒരു ചെറിയൊരു ചാനലിലൂടെ അല്ല പഠിക്കുക. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് ഇൻ്റലിജൻസും ഒക്കെ ചേർന്ന് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അതിൻ്റെ കൂടെ ചേർന്ന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ സ്ട്രാറ്റജി ഒക്കെ റെഡി ആയിരിക്കും. അത് ഒരു ഓർഡറിൻ്റെ ഒരു ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഭാവിയിൽ കൂടുതൽ യുദ്ധങ്ങളും ജലയുദ്ധങ്ങളായിരിക്കും എന്ന് പറയാറുണ്ട്. നമ്മൾ ഇറാൻ ഭാഗത്തുമൊക്കെ കാണാറുമൊക്കെ ഉണ്ട്. അവിടെയും ഈ അണകൾ കെട്ടുകയും മറ്റ് രാഷ്ട്രങ്ങൾ, ഇപ്പോൾ ചൈന തന്നെ നമുക്കെതിരെ ഒരു ജലയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശിൻ്റെ അപ്പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഡാം പണിയിലാണ് അവർ. നമ്മളിപ്പുറത്ത് ഇപ്പം ചില കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ പരിസ്ഥിതി മൗലികവാദികളെ ചൈന തന്നെ ഉണ്ടാക്കിയിട്ട് അരുണാചൽ പ്രദേശിൽ തടയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മളൊരു സൈനിക യുദ്ധത്തിലേക്ക് പോകാതെ ജലയുദ്ധത്തിൽ തന്നെ നിൽക്കും എന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, എല്ലാം നടക്കാം. 2ഉം 3ഉം പാരലലി പ്രോഗ്രാംസ് നടക്കാം. കാരണം ഇപ്പം നമ്മൾ അറിയേണ്ട റോൾ പ്ലേയേഴ്സ് ആരൊക്കെയാണ്? ഒന്ന് ഇന്ത്യയാണ്, ഒന്ന് പാകിസ്ഥാനാണ്. അതിനിടയിൽ കളിക്കുന്ന ആൾക്കാർ ടെററിസ്റ്റുകളാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇതിനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്തിട്ടുള്ള പാകിസ്ഥാനെന്ന് ലോകത്തിൽ പലർക്കും അറിയാം. പക്ഷേ അവർ ഇത് നല്ല ടെററിസ്റ്റായിട്ട് അവർക്ക് ഇന്ത്യയെ ഉപദ്രവിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിച്ചിരുന്നു. അതിൽ ചില വിഘടിത ഗ്രൂപ്പുകൾ ഇപ്പം പാകിസ്ഥാനെ തന്നെ ഉപദ്രവിച്ചു തുടങ്ങി. ഏറ്റവും കൂടുതൽ ബ്ലാസ്റ്റ് നടന്നിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ നോക്കിയാൽ പാകിസ്ഥാനകത്ത് തന്നെയാണ്. അകത്താണ്. അതാ ഖൈബർ പഖ്തൂൺഖ്വ, ബലൂചിസ്ഥാൻ. അതെ, അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കുന്നവർ നമ്മളിൽ തന്നെ ഒരു നാശം വരുത്തുന്ന ഒരു അവസ്ഥ വന്നാൽ അവരെന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ അറിയേണ്ടത് പാകിസ്ഥാനും ഇന്ത്യയും ഈ ടെററിസ്റ്റ് ഗ്രൂപ്പും റിലീജിയനും
മാത്രമല്ല ഇവിടെ പ്ലേ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എല്ലാ ഇന്ത്യൻ മീഡിയ നോക്കിയാലും നമ്മൾ ടെററിസ്റ്റ് എന്നുള്ള വാക്ക് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇൻ്റർനാഷണലിൽ ഒരു മീഡിയ പോലും ഇതിനെ ടെററിസം അറ്റാക്ക് ആയിട്ട് പറയുന്നില്ല ആളാണ്. കാരണം അതിനെ ഗവേൺ ചെയ്യുന്ന പല ബാക്കിയുള്ള നേഷൻസ്, ഇപ്പം അമേരിക്ക ആയാലും UK ആയാലും അവിടുത്തെ ഭരണാധിപന്മാർ ഇതിനെയൊക്കെ ഖണ്ഡിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്ന ഗാർഡിയനോ അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസിൽ മിലിറ്റന്റ് അതാണ് പറഞ്ഞത്. അപ്പോൾ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പോൾ ട്വിൻ ടവർ തകർന്നു വീണു എന്ന് ഉപയോഗിച്ച ശേഷം പിന്നെ ഗൺമെൻ ആണ് പറഞ്ഞത്. ഗൺമെൻ ആണ് എന്നിട്ട് തുടർന്നുള്ള ഭാഗത്ത് മോദി ടെററിസ്റ്റ് എന്ന് പറയുന്നുണ്ട് എന്നാണ്. അതെ. അപ്പോൾ നമ്മൾ അറിയേണ്ടത് എന്തുകൊണ്ടാണ് അവിടുത്തെ മീഡിയാസ് ഇതിനെ സപ്പോർട്ട് ചെയ്യാത്തത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പൊളിറ്റിക്സ് അവിടുത്തെ ഭരണാധിപന്മാരുടെ ഇഷ്ടത്തിനല്ല വർക്ക് ചെയ്യുന്നത്. ആ ഫ്രീഡം ഉപയോഗിക്കുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന കുറേ ജനങ്ങളുണ്ട്. ഇതാണ് ജനങ്ങളിലേക്ക് എത്തുന്ന ന്യൂസ്. അപ്പോൾ ഇന്ത്യയെ ബാക്കി രാജ്യങ്ങളെ എങ്ങനെ നോക്കിക്കാണും? നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണ്? അവരെ ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? ഇത് വലിയൊരു, നമ്മളിപ്പോൾ ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടത്തിയാൽ എല്ലാ മീഡിയയും ഇതുപോലെയാണ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെ വല്ലാണ്ട് ഒരു എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യൻ മീഡിയ മാത്രമല്ല. കാരണം ഇന്ന് ലോകം എന്ന് പറയുന്ന വലിയൊരു വില്ലേജിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ബൈലാറ്ററൽ റിലേഷൻഷിപ്പും ഒക്കെ വല്ലാണ്ട് തരാൻ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടായാൽ മതി. അത് വളരെ കെയർഫുള്ളായിട്ട്, ഞാൻ പറഞ്ഞത്, ഒന്ന് മിലിറ്ററി ആവാം, ഒന്ന് ജനങ്ങളിൽ കൂടുതലൊക്കെ ഉണ്ടാവുന്നതാവാം, ഒന്ന് ഭരണാധിപന്മാരുമായിട്ടുള്ള മോദിയുടെ നല്ല റിലേഷൻഷിപ്പോ അസലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ആ ഭരണാധിപന്മാരുടെ അതേ മോഡലല്ല അവിടുത്തെ ജനങ്ങളെ മാറ്റാൻ വേണ്ടി അവിടുത്തെ ഈ പേപ്പർ പ്രസ്സും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട്, അതുകൊണ്ടാണ് ഇപ്പം 2 ബിൽഡിംഗ് പൊളിഞ്ഞു വീണു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്വിൻ ടവറിൻ്റെ പൊളിഞ്ഞു വീണു എന്ന് പറയുന്നതും അത് ബില്ലാടൻ തകർത്തു എന്ന് പറയുന്നത് വ്യത്യാസം. അപ്പോൾ അത്തരത്തിലാണ് റിപ്പോർട്ടുകൾ. വ്യത്യാസമുണ്ട്. അപ്പോൾ അത് പലപ്പോഴും ഇന്ത്യയുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, പാകിസ്ഥാൻ്റെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ബാക്കിയുള്ള ലോകത്തിൻ്റെ മീഡിയാസിന് കുറേ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. ഈ മുനീർ ഇല്ലാതായാൽ പ്രശ്നം തീരുമോ? അല്ല, ഒരു മുനീർ ആണെങ്കിൽ 1947 മുതൽ ഇന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മുനീർ അല്ലല്ലോ കാരണം. അത് ബേസിക് ആയിട്ടുള്ള, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പൊളിറ്റിക്കൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടുത്തെ ഭരണാധിപന്മാരിൽ നിന്ന് വരുന്നത് പോലെ അല്ല UK നിന്ന് ഇപ്പോൾ വരുന്നത്. അതിന് കാരണം തന്നെ മിക്കവാറും ടെററിസ്റ്റുകളുടെയും ഗൾഫ് നാടുകളിലെ ഏറ്റവും റിച്ചായിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ നാടുകടത്തപ്പെട്ടിട്ടുള്ള ഏറ്റവും റിച്ചായിട്ടുള്ള പാകിസ്ഥാനിലെ ഏതെങ്കിലും, അഫ്ഗാനിസ്ഥാനിലെ ഏതെങ്കിലും മനുഷ്യൻ അവിടെയല്ല താമസിക്കുന്നത്. അവരുടെ മക്കളെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് ബ്രിട്ടനിലും ഒക്കെയാണ്. അവിടെയുള്ള ഏറ്റവും നല്ല ഹോട്ടലുകൾ, അവിടെയുള്ള നല്ല സ്ഥാപനങ്ങൾ ഇന്നൊക്കെ മുസ്ലിമിൻ്റെ കീഴിലാണ്. അപ്പോൾ കാലങ്ങൾ അധികം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ വലിയ വെസ്റ്റേൺ രാജ്യങ്ങളിലെ അധിപന്മാരും അവിടുത്തെ രാജഭരണവും ചിലപ്പോൾ അവരിലേക്കൊക്കെ പോകുമെങ്കിലും നമ്മൾ സംശയിക്കേണ്ടി ഉണ്ട്. അപ്പോൾ ആ ഒരു ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ആ ജനങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതിന് ഏറ്റവും നല്ല പങ്ക് വഹിക്കാൻ പറ്റുന്നത് ഈ നടക്കുന്നതിനൊക്കെ എതിരാണെന്ന് പറയുന്ന പത്ര റിപ്പോർട്ടുകൾ അവിടേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അത് ഇന്ത്യക്ക് ഇന്ന് സാധിക്കുന്നില്ല. ഇന്ത്യക്കെന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ ഏറ്റവും വലിയ രാജ്യങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പത്രമേഖലകളിൽ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ആണ് ഇത്തരം ആൾക്കാരുണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതിപ്പോൾ സോറോസിന് തന്നെ ഈ പറഞ്ഞ പത്രങ്ങളിലൊക്കെ നിക്ഷേപം ഉണ്ടാവും. അത് മാത്രമല്ല സോഷ്യൽ മീഡിയ. ഇപ്പം നല്ലൊരു കാര്യം പറയാൻ നമ്മളാരും സോഷ്യൽ മീഡിയയിൽ കാശ് കൊടുത്ത ആൾക്കാരെ നിർത്തില്ലല്ലോ. ആ നിർത്തുന്നത് ഇത്തരം ആൾക്കാരാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സാധാരണ മീഡിയയിൽ പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ChatGPTയോ ഗൂഗിളോ എവിടെയെങ്കിലും പോയിട്ട് ഒരു ബിടെക്കാരൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം പറയാനില്ല. നമ്മൾ ആകെക്കാണ് അദ്ദേഹത്തിന് നടന്നിട്ടുള്ള കൊലപാതകങ്ങളോ അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള പാതകങ്ങളോ അവരുടെ ആത്മഹത്യ റിപ്പോർട്ടുകളോ മാത്രമേ നമ്മൾ കാണുള്ളൂ. അപ്പോൾ എന്താണോ പ്രചരിപ്പിക്കുന്നത്, അത് പ്രചരിപ്പിക്കുന്നത് ആരാണ്, ഏത് സ്ഥലത്തൊക്കെയാണ് ഇതിന് ഓപ്പൺ സോഴ്സസ് ഉള്ളത്, അതിനനുസരിച്ചിട്ടാണ് ജനങ്ങളുടെ ഒരു മുൻതൂക്കം ഉണ്ടാവുക. അത് നല്ലപോലെ ഉപയോഗിക്കാൻ ഇത്തരം ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അത്രേ പറ്റൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.